ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കിരൺ ശങ്കർ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയം രാജ്യത്തെ വോട്ടർമാരാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനങ്ങൾക്ക് സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്നതിനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പുകളെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ബാഹ്യ പ്രലോഭനങ്ങൾക്ക് വിധേയരാകാതെ ജനങ്ങൾ വിവേകപൂർവ്വം സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. എന്റെ ഇന്ത്യ എന്റെ വോട്ട് എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സമ്മതിദായകർക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ആകാശവാണി വാർത്താ വിഭാഗം നടത്തിയ മികച്ച പ്രചാരണ പരിപാടികൾക്ക് ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തെരഞ്ഞെടുപ്പുകളിൽ സാങ്കേതികവിദ്യയുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലയ്ക്കും വോട്ടർ ബോധവൽക്കരണത്തിനുള്ള പുരസ്കാരം വയനാട് ജില്ലയ്ക്കും രാഷ്ട്രപതി സമ്മാനിച്ചു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമ്മതിദായകർ ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18 വയസ്സ് തികയുമ്പോൾ വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും ജീവിതത്തിലെ വലിയ നാഴികക്കല്ലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 130ാം പതിപ്പിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 18 വയസ്സ് തികയുമ്പോൾ തന്നെ വോട്ടർമാരായി പേര് ചേർക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അതിവേഗം പുരോഗമിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകം ഉറ്റുനോക്കുകയാണെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിന് നാം സവിശേഷ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതത്തിന്റെ കുടുംബ വ്യവസ്ഥയെ ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾ വളരെ കൗതുകത്തോടെയാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമായ കുടുംബ വ്യവസ്ഥയോട് പല രാജ്യങ്ങൾക്കും വലിയ ആദരവാണുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ശക്തി ഒന്നിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളികളെ പോലും മറികടക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ വ്യക്തമാക്കിയ പ്രധാനമന്ത്രി രാജ്യത്തെ യുവാക്കൾ പരിസര ശുചിത്വത്തിൽ കൂടുതൽ ബോധവാന്മാരായി കാണുന്നതിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു. ചെറുധാന്യങ്ങളുടെ പ്രോത്സാഹനത്തിനായി രാജ്യമെമ്പാടും നടക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. തമിഴ്നാട്ടിലെ കല്ലക്കുറിച്ചിയിലും രാജസ്ഥാനിലെ റാംസറിലും വിജയകരമായി പ്രവർത്തിക്കുന്ന മില്ലറ്റ് ഉൽപാദന സംരംഭങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യവും ചെറുധാന്യങ്ങൾ ഉറപ്പാക്കുന്നു. ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 77ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 7 മുതൽ ആകാശവാണിയുടെ ദേശീയ ശൃംഖലകളിലൂടെയും ദൂരദർശന്റെ എല്ലാ ചാനലുകളിലൂടെയും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലുമായിരിക്കും രാഷ്ട്രപതിയുടെ അഭിസംബോധന. പ്രാദേശിക പരിഭാഷ രാത്രി 9:30 മുതൽ കേൾക്കാം. 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നും ചടങ്ങിൽ മുഖ്യാതിഥികളാകും. രാജ്യത്തിന്റെ സാംസ്കാരിക സൈനിക ശക്തികളുടെയും പൈതൃകത്തിന്റെയും സവിശേഷമായ ദൃശ്യവിരുന്നിനാകും കർത്തവ്യപഥ് നാളെ സാക്ഷ്യം വഹിക്കുക. വന്ദേമാതരത്തിന്റെ 150 വർഷം എന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം. 17 സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ 9 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം ചടങ്ങിൽ സ്വീകരിക്കുന്ന ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശവും തുടർന്ന് നൽകും. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ പൈപ്പ് ബാൻഡ് മേളം സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് 5 മുതൽ 6 വരെയാണ് പരിപാടി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മേളത്തിന് സാക്ഷികളാകും. വന്ദേമാതരം എന്ന പ്രമേയത്തിലാണ് ബാൻഡ് മേളം സംഘടിപ്പിക്കുന്നത്. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മൈ ഭാരതും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്കിൾ റാലിയും പദയാത്രയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കവടിയാറിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ ഗവർണർ കന്നി വോട്ടർമാരെ ആദരിച്ചു. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്തുമെന്ന് വോട്ടർമാർ ദൃഢനിശ്ചയം എടുക്കണമെന്ന് ഗവർണർ പറഞ്ഞു. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യും. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. കേരളത്തിൽ അതിവേഗ റെയിൽവേ വേണമെന്നത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിനായി അതിവേഗ സഞ്ചാരപാത വേണമെന്ന ആശയം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലൊന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം നടത്തിയതെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.